അതിപുരാതനമായ ഇടവ പനവട്ടത്ത് കളരി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന ലക്ഷ്മി നരസിംഹ ഹോമം ഭക്തിസാന്ദ്രമായി. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയിൽ നടക്കുന്ന ലക്ഷ്മി നരസിംഹ ഹോമത്തിൽ നാടിന്റെ നാനാദേശത്തു നിന്നുള്ള ഭക്തരാണ് പങ്കെടുത്തത്. ദേവതാകാര്യസിദ്ധ്യർത്ഥം സഭാസ്തംഭ സമുദ്ഭവം ശ്രീ നരസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ ലക്ഷ്മ്യാ ലിംഗിതവാമാംഗം ഭക്താനാം വരദായകം ശ്രീ നരസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ ആന്ധ്രമാലാധരം ദേവം ശംഖം ചക്രാബ്ജായുധധാരിണം ശ്രീനരസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ സ്മരണേന സർവപാവഗ്നം കദ്രൂജ വിഷനാശനം ശ്രീനരസിംഹം മഹാവീരം നമാമി ഋണമുക്തയേ സ്വാഹ. ഹോമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷ്മി നരസിംഹ ഹോമത്തിൽ പങ്കെടുത്താൽ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്നതാണ് വിശ്വാസം. എൻ്റെ പേര് മഹേഷ് സുബ്രഹ്മണ്യം പോറ്റി. ഇടവ പനവട്ടം ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മേൽശാന്തിയാണ്. ഇന്ന് ഇവിടെ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച നടക്കുന്ന ശ്രീ ലക്ഷ്മി നരസിംഹഹോമം കഴിഞ്ഞ് പൂർത്തിയായ ദിവസമാണ്. ഈ ഇവിടുത്തെ അമ്പലത്തിലെ ഏറ്റവും വിശേഷ പൂജയാണിത്. ഈ ലക്ഷ്മി നരസിംഹഹോമം വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ നടത്താറുള്ളൂ. ഒന്ന്, നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ തന്നെ നമ്മുടെ തെക്കൻ കേരളത്തിൽ അപൂർവമാണ്. വർക്കല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 2-3 ക്ഷേത്രങ്ങളേ ഉള്ളൂ. അതും വർക്കല ദേശത്ത് ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലും പ്രധാനമാണ് ഈ നരസിംഹ ഹോമം എന്ന് പറയുന്നത്. സാധാരണ ഭക്തർക്ക് വളരെയധികം വിഷമസ്ഥിതികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ അതിൻ്റെ പരിഹാരമായി അവർ ജ്യോതിഷിയെ സമീപിക്കുകയും ജ്യോതിഷന്മാർ സുദർശന ഹോമം, മറ്റ് മൃത്യുഞ്ജയ ഹോമം, അഘോര ഹോമം തുടങ്ങി പലതരം പരിഹാരക്രിയകളുണ്ട്. ഇത്തരം ഹോമാദികളിൽ ഒന്നും പരിഹാരം കിട്ടാതെ വരുന്ന ഭക്തന് അവസാന ആശ്രയമായിട്ട് എഴുതി കൊടുക്കുന്ന, ജ്യോതിഷം ചാർത്ത് നിശ്ചയിക്കുന്ന ഹോമമാണ് നരസിംഹ ഹോമം. ഒരുപാട് ഭക്തർക്ക് ഇതിൻ്റെ പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് ഋണമോചനം, അതായത് കടം എന്ന ആപത്തിൽ നിന്നും ഭക്തന് രക്ഷ നേടുക, അവൻ്റെ ദാരിദ്ര്യ ദുഃഖം ഒഴിവാകുക, സാധിക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ അവന് കാര്യസാധ്യം നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാവുക, അതുമൂലം ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും സമാധാനം ഉണ്ടാവുക. ഇവിടെ ധാരാളം വിശേഷ അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ഓരോരുത്തർക്കും വന്ന് ഓരോ തടസ്സങ്ങളായിട്ട്, കുട്ടികളുടെ വിദേശയാത്രാ കാര്യമോ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചിട്ട് നടക്കാത്ത തടസ്സങ്ങൾ, അതുപോലെ ബാങ്ക് ലോൺ കിട്ടാതെ വരിക, സാമ്പത്തികമായിട്ട് പല പരാധീനതയിലും പ്രശ്നങ്ങളും പെട്ടവർക്ക് അതിന് മുക്തിയായിട്ട് തടസ്സപ്പെട്ട് കിടന്ന ബാങ്ക് ലോണോ സാമ്പത്തിക ആഗമനമോ ധനാഗമനമോ ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഇവിടെ ഞങ്ങൾക്കുണ്ട്. നരസിംഹമൂർത്തിയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ചാൽ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്നത് കൊണ്ട് തന്നെ ധാരാളം ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. സുഖിനോ ഭവന്തു.